എനിക്ക് ആകെ കൺഫ്യൂഷൻ ആയിപ്പോയി. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് കേട്ട് കഴിഞ്ഞപ്പോൾ സ്വരാജാണ് ജയിച്ചത്, ആര്യൻ ഷൗക്കത്ത് പരാജയപ്പെട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞു നിർത്തിയെടുത്തതെന്ന് ഞാൻ മനസ്സിലാക്കേണ്ടത്. എനിക്കൊരു സംശയം, ഈ സ്വന്തം തന്നക്കെങ്ങാനും തെറ്റുപറ്റിയതാണോ? അപ്പൊ ഏറ്റവും മിനിമം നമ്മളൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ടാൽ അത് പരാജയപ്പെട്ടു, ജനങ്ങൾ ഞങ്ങളെ തോൽപ്പിച്ചു എന്ന് തന്നെ പറയാതെ, അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ അതെ അവിടെ 300 വോട്ട് കൂടി, ഇവിടെ 400 വോട്ട് കൂടി, ആ മറ്റേതിനേക്കാൾ ആ 15 വോട്ട് അങ്ങോട്ട് പോയില്ലേ, ഇവിടുത്തെ 22 വോട്ട് ഇങ്ങോട്ട് വന്നില്ലേ? എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത് ലളിതമായിട്ടൊക്കെ പറഞ്ഞാൽ എന്താ? ഈ പ്രതിക്രിയാവാദകവും കൊളോണിയലിസവും എന്നൊക്കെ പറഞ്ഞ് വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിനാ. ഒന്നും പറയാറായിട്ടില്ല, ചേരുംപടികൾ ചേർത്തുകൊണ്ടിരിക്കുകയാണ്. ഉള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അപ്പൊ തോറ്റു എന്ന് പറഞ്ഞതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാമല്ലോ. പാർട്ടിയിലെ ബുദ്ധിജീവികളെ ചോദ്യം ചെയ്യരുത്, മനസ്സിലായോ? അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അപ്പൊ ഇപ്പൊ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത് ശ്രീ എം സ്വരാജ് ആണോ? എല്ലാ മത്സരങ്ങളും ദയനീയമായി പരാജയപ്പെടുത്തി ക്ഷമിക്കാം, ജീവിതത്തിലും തോൽപ്പിക്കാൻ തുടങ്ങിയാൽ. പരാജയപ്പെട്ടപ്പോ ഒരു ഉളുപ്പുമില്ലാതെ ഈ ചങ്ങാതിമാര് വന്നിരുന്നു പറഞ്ഞത് അവിടെ സ്വതന്ത്രനെ നിർത്തിയത് കൊണ്ട് തോറ്റുപോയി. നീ ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി കിട്ടാൻ കാത്തിരിക്കായിരുന്നടാ. ഇപ്പോ കണക്കുകളൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാനും ചില കണക്കുകൾ പറയാം. ഇനിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാ. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. വരട്ടെ. അപ്പൊ അദ്ദേഹം ജനിച്ചിടത്ത് ഞങ്ങൾക്ക് ലീഡ്, അദ്ദേഹം പഠിച്ചിടത്ത് ഞങ്ങൾക്ക് ലീഡ്, ഇപ്പൊ അദ്ദേഹം ജീവിച്ചിരിക്കുന്നിടത്ത് ഞങ്ങൾക്ക് ലീഡ്. അപ്പൊ എന്ത് കണക്കിനെ പറ്റിയിട്ടാണ് ഇവർ പറയുന്നത്? ഫ്ലാഷ് ബാക്ക് പറഞ്ഞു നാറ്റിക്കരുത്. ഭാവിയിൽ ഒരു സൂപ്പർ സ്റ്റാർ ആകേണ്ടവനാ ഞാൻ. വല്ല പത്രക്കാരും വന്ന് നിങ്ങളോട് എന്നെ കുറിച്ച് ചോദിച്ചാൽ ഇതൊക്കെ വിളമ്പി എന്റെ ഫ്യൂച്ചർ സ്പോയിൽ ചെയ്യരുത്.